സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ കെ.വി. തോമസ്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് കോഴിക്കോട്ടുകാരനായ ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെക്കാലമായി ഞാനിവിടെ ജീവിക്കുന്നു. ഇവിടെ വന്നുകൂടുന്നവരെയെല്ലാം ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു മാന്ത്രികത ഈ പുരാതന നഗരത്തിനുണ്ട് എന്നാണ് എൻ്റെ അനുഭവം. ഞാൻ കോഴിക്കോട്ടിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നാണ്. 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കാലത്ത് എൻ്റെ മലയാള അധ്യാപകൻ കോഴിക്കോട്ട് സാമൂതിരിയുടെ വിദ്വൽ സദസ്സായ 18 കവികളെ പറ്റി പറഞ്ഞു തന്നു. അവരിൽപ്പെട്ട പുനൻ നമ്പൂതിരി സാമൂതിരിയെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. താരിൽ തന്വീ കടാക്ഷാഞ്ചല മധുപകുലാരാമ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം കൽപ്പാന്ത പ്രളയത്തിൽ ഈ ഭൂമി മുങ്ങിപ്പോകുന്നതുവരെ കോഴിക്കോട്ട് സാമൂതിരി എന്ന തിലകക്കുറി മായാതിരിക്കട്ടെ എന്ന ആശംസയോടെയാണ് അവസാനിക്കുന്നത്. ഈ 18 കവികളിൽ തന്നെ പെട്ട മറ്റൊരാളാണ് കാക്കശ്ശേരി ഭട്ടതിരി. അദ്ദേഹമാണ് ഉദ്ദണ്ഡശാസ്ത്രികളെ തർക്കത്തിൽ തോൽപ്പിച്ചത്, ബാലനായിരിക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇത്തരം കഥകൾ എക്കാലത്തും അത്ഭുതാതരങ്ങളോടെ മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ കോഴിക്കോട്ട് എത്തുന്നത്. കുഞ്ഞാലിമരയ്ക്കാർ, പോർട്ടുഗീസുകാർ, ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. ഒരുപാട് പടയോട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ കണ്ട നാടാണിത്. ഒരു വിദേശ ശക്തി ആദ്യമായിട്ട് കാലുകുത്തുന്നത് കോഴിക്കോട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. ഞാൻ ജോലി ചെയ്തത് പ്രധാനമായും മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജ് തന്നെ ചരിത്രത്തിലെ ഒരു ആകസ്മികതയാണ്. അതായത് വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം നെപ്പോളിയൻ പരാജയപ്പെടണം എന്ന പ്രാർത്ഥനയോടുകൂടി സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ബാസൽ മിഷൻ. തങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചാൽ മലബാറിലേക്ക് മിഷണറിമാരെ അയക്കാം എന്ന് അവർ പ്രതിജ്ഞ എടുത്തിരുന്നു. ആ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടിയാണ് മിഷണറിമാർ മലബാറിലെത്തുകയും അതിൻ്റെ തുടർച്ചയായിട്ടാണ് കോഴിക്കോട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജ് സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു നഗരമാണ് ഇത്. ആധുനികതയെ സ്വീകരിക്കുന്നതിൽ എക്കാലത്തും കോഴിക്കോട് മുൻപന്തിയിലായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ നോവലുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന കുന്തലത എഴുതിയത് കോഴിക്കോട്ടുകാരനായ അപ്പു നെടുങ്ങാടിയാണ്. അദ്ദേഹം തന്നെയാണ് നെടുങ്ങാടി ബാങ്ക് സ്ഥാപിക്കുന്നത്. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിദ്യാലയം സ്ഥാപിച്ചതും അപ്പു നെടുങ്ങാടിയാണ്. സത്യത്തിൻ്റെ നഗരം എന്നൊരു പേര് കോഴിക്കോടിന് പണ്ടേ ഉണ്ട്. ഉറങ്ങാത്ത നഗരം എന്നൊരു സവിശേഷതയുമുണ്ട് ഈ നഗരത്തിന്. ഏതു പാതിരയ്ക്ക് ഇവിടെ എത്തിയാലും ഭക്ഷണവും വാഹനവും കിട്ടാതെ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. ഏറ്റവും പ്രധാനമായി ഞാൻ കരുതുന്നത് ഏതൊരാൾക്കും താൻ ഒരു അന്യനാണെന്ന തോന്നൽ കൂടാതെ ഇവിടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ വരുന്നവർ ഇവിടുത്തുകാരായി തീരുന്നു. അതുകൊണ്ട് അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടി മുതൽ മുടി വരെ നിന്നിലാവട്ടെ തായേ എന്ന് മഹാകവി ഉള്ളൂർ പണ്ട് പ്രാർത്ഥിച്ചതുപോലെ ഞാനും ആഗ്രഹിച്ചു പോകുന്നു. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.